നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂലൈ മാസത്തെ പൂരം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. പൂരം നക്ഷത്രക്കാർക്ക് നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. സാമ്പത്തികമായിരിക്കുന്ന നല്ല നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും താൽക്കാലികമായിട്ട് സാമ്പത്തിക ഞെരുക്കത്തിന് യോഗം കൂടിയുണ്ട്. 2ാം ഭാവത്തിൽ ഘണ്ണകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. അപ്പോൾ പൂരനക്ഷത്രം എന്ന് പറയുമ്പോൾ ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൻ്റെ അധിപതിയായിരിക്കുന്ന സൂര്യൻ സർവാഭീഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പൂരനക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ യോഗമുണ്ട്. അതേപോലെ തന്നെ പഞ്ചമഹാപുരുഷത്തിലെ ശശമഹായോഗം ഉള്ളത് കാരണം കൊണ്ട് ചെയ്യുന്ന തൊഴിൽ മേലുദ്യോഗസ്ഥന്മാരെ പ്രീതി നേടാനായിട്ട് സാധിക്കുന്നതാണ്. മറ്റുള്ളവർക്ക് ബഹുമാനം തോന്നത്തക്ക രീതിയിലുള്ള പെരുമാറ്റങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ ഇത്തിരി അലസത, കൃത്യനിഷ്ഠക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കാരണം ശ്രദ്ധിക്കണം. അത് കാരണം കണ്ടകശനിയുടെ ഒരു ദോഷം കൂടിയുണ്ട്. അപ്പോൾ കണ്ടകശനിയുടെ ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് കഴിപ്പിക്കുകയോ അല്ലെങ്കിൽ എള്ളുപായസം കഴിപ്പിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഉള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അനുകൂലമാണ്. കാരണം ഭാഗ്യസ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴമാണ്. അത് കർമ്മസ്ഥാനത്തേക്ക് വരുമ്പോൾ അത്ര ഒരു ഗുണം കഴിഞ്ഞ ആ വ്യാഴം മേടൻ രാശിയിൽ നിന്ന് അത്ര ഒരു ഗുണം പറയാൻ പറ്റില്ല. എങ്കിൽ പോലും സധനോ അന്ത്യ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് 12ാം ഭാവത്തിൽ കർമാധിപതി നിൽക്കുന്നത് കൊണ്ട് വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കുന്നവർക്ക് നല്ലതാണ്. തൊഴിലൊരു സ്ഥാനചലനം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ 16ാം തീയതി 12ാം ഭാവത്തിലേക്ക് സൂര്യൻ വരുമ്പോൾ അത് അനാവശ്യമായിട്ട് കുറച്ച് യാത്രകൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ തൊഴിൽ മേഖലയിൽ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ചില്ലറ ഇഷ്യൂസൊക്കെ ഉണ്ടാകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ലഗ്നത്തിൽ തന്നെയാണ് ബുധൻ നിൽക്കുന്നത്. 4ാം തീയതി 19ാം തീയതിയോട് കൂടിയിട്ട് ബുധൻ ലഗ്നത്തിലേക്ക് വരും. അപ്പോൾ ലാഭാധിപതിയും ധനാധിപതിയും ലഗ്നത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകും. അത് കാരണം കൊണ്ട് തന്നെ വലിയൊരു ബാധ്യതകളൊന്നും ഇല്ലാതെ ഈ മാസം കടന്നു പോകാനായിട്ട് സാധിക്കുന്നതാണ്. അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു നടുവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അടിവയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ ചെറിയ സാധ്യതയുണ്ട്. മാത്രമല്ല ലഗ്നത്തിൻ്റെ 2ൽ നിൽക്കുന്ന കേതു കണ്ണ്, ചെവി എന്നീ ഭാഗങ്ങളിൽ രോഗാവസ്ഥയും നല്ലൊരു ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുന്ന അവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യുക, നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യുക, സംസാരം വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കുറയാനുള്ള സാധ്യതയുള്ളത് കാരണം കൊണ്ട് ശ്രദ്ധിക്കണം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനും തൊഴിൽ സ്ഥാനക്കയറ്റം, നേതൃസ്ഥാനാധിപത്യം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട്. കാരണം ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന കാരണം കൊണ്ട് തൊഴിൽ ഭാഗ്യം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. 4ാം ഭാവാധിപതിക്ക് 4ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ള കാരണം കുടുംബ സംബന്ധമായ സുഖം അനുഭവിക്കാനും യോഗം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.